അപ്പോൾ ഈവൻ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കയ്യിൽ കാശ് എക്സ്ട്രാ ഉണ്ടാവും ഇത് തുടങ്ങുമ്പോൾ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഒരു ഫസ്റ്റ് ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 1 crore എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ബുദ്ധിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നിട്ട് എന്നോട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയും. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ PF FD ഇതിലൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സഹായം കൂട്ടെടുക്കാൻ നോക്കുക. അത് SIP റൂട്ടിലൊക്കെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇൻകം എത്രയുണ്ട് നോക്കുക. അതിൽ എക്സ്പെൻസ് മാക്സിമം കുറച്ചിട്ട് എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്തിച്ചിട്ട് ആ പൈസ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബക്കറ്റ് ഓഫ് പൈസയിലേക്ക് പോകണം. അത് 1 കോടി എത്തിക്കാൻ നോക്കുക. ആ 1 കോടി എത്രയും പെട്ടെന്ന് എത്തിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരാൾ തുടങ്ങണത്, ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഒരാൾ തുടങ്ങണ ഇത്രേ ഉള്ളൂ റൂള്. നിങ്ങളുടെ എത്രയാണോ ശമ്പളം അതിൻ്റെ മിനിമം 10% അല്ലെങ്കിൽ 20% ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ 20% ഇല്ലാന്ന് നിങ്ങളുടെ വിചാരിക്കും ഇനി തൊട്ട്. എന്നിട്ട് എല്ലാ വർഷവും നിങ്ങൾ വൃത്തിയായിട്ട് പണിയെടുക്കുക, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. നിങ്ങൾക്കൊരു 15% സാലറി ഹൈക്ക് തരാനായിട്ട് നിങ്ങളുടെ എംപ്ലോയർക്ക് തോന്നിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അറ്റ്ലീസ്റ്റ് ലാഭം 15% കൂടി എടുക്കാവുന്ന ഒരു സിറ്റുവേഷനിലെത്തിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ എത്രയാണോ അപ്രീസിയേഷൻ വരുന്നത് എല്ലാ വർഷവും ഒരു 10% ടോപ്പ് അപ്പ് ചെയ്യും നിങ്ങളുടെ സേവിങ്സിന്. അത് ഈ പറഞ്ഞ SIPയിലേക്ക് എടുക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മിനിമം 20,000 രൂപ നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ 50,000 രൂപ കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ മാസവും നിങ്ങൾ ഈ പറഞ്ഞ 10% വെച്ച് കൂട്ട്. ഹാർഡ്ലി 10 വർഷത്തിനുള്ള 15 വർഷത്തിനുള്ളിൽ നിങ്ങൾ കോടീശ്വരനാ. കോടി ആയിക്കഴിഞ്ഞാൽ ഗെയിം മാറി. പിന്നെ ആ ഫണ്ടിന് 10% ഗ്രോത്ത് ഉണ്ടായാൽ മതി. എല്ലാ വർഷവും 10 ലക്ഷം നിങ്ങളുടെ കയ്യിലിരിക്കണം വെറുതെ. അതാണ് പണം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണത്. അല്ലാണ്ട് നിങ്ങളുടെ അടുത്തുള്ള പണം 1 ലക്ഷം രൂപയാണെങ്കിൽ ആ പണം വർക്ക് ചെയ്താൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റും, എത്ര പറ്റും. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ ഒരു കോടീശ്വരനായിരിക്കും. ഒരു കോടീശ്വരനായ ഒരാൾ 1 കോടി വെറുതെ ഇരിക്കണം, എന്നിട്ട് 1 ലക്ഷം രൂപ മാർക്കറ്റിലിട്ടിട്ട് ചെയ്തിട്ട് ആ പൈസ ഡബിളായി. വല്ല കാര്യമുണ്ട്? 1 ലക്ഷം രൂപ ഡബിളായി കഴിഞ്ഞാൽ 2 ലക്ഷം. ഇങ്ങനെ എടുത്തിരിക്കുന്നത് 1 കോടിയാണ്. നെറ്റ് വർത്ത് വല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്, അതിനനുസരിച്ചുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങണമെങ്കിൽ നിങ്ങളുടെ നെറ്റ് വർത്തിൻ്റെ ഒരു 5% 10% ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ വൈ ഡു യു വാണ്ട് ടു വേസ്റ്റ് ദ ടൈം? എക്സാക്ട്ലി. ചില ആൾക്കാരൊക്കെ എന്നോട് പറയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ട് തന്നെ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്കിലുണ്ട്. ഈ ടെസ്റ്റ് ചെയ്യണത് ആത്മാർത്ഥമായിട്ട് ഫുൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര ആത്മാർത്ഥത കാണിക്കാല്ലേ? ഒബ്വിയസ്ലി നമ്മളൊരു നമ്മൾ ചിലപ്പോൾ ഒരു അഡ്വൈസർ എടുത്ത് വരണം. ഈ അഡ്വൈസറായിട്ടൊരു വർത്തമാനം പറഞ്ഞതിന് നിങ്ങൾക്ക് സമയം പോണില്ലേ? അതിന് നിങ്ങളൊരു സമയം റെസ്പെക്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ പൈസയ്ക്ക് ഒരു സൈസ് ഉണ്ടാവണം. അല്ലെങ്കിൽ പൈസയ്ക്ക് വർക്ക് ചെയ്താലും ആ പൈസ എത്ര വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും നമുക്ക് തോന്നില്ല. ആദ്യത്തെ കേസ് വെച്ചാൽ ആ ഒരു നല്ലൊരു ഈ പറഞ്ഞ ഒരു ടാർഗറ്റ് വയ്ക്കുക. എൻ്റെ ബേസ് ക്യാപിറ്റൽ നിന്ന് അത് 1 കോടിയാണെങ്കിൽ 1 കോടി, അല്ലെങ്കിൽ 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം. ആ പൈസ എത്തിക്കാനായിട്ട് നിങ്ങൾ അവിടെ ആ ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട. വേണ്ട. അപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 കോടി ഉണ്ടെന്ന് അല്ലെങ്കിൽ 1 കോടി ഉണ്ടെന്ന് എനിക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ള എൻ്റെ എമർജൻസി എല്ലാം അവിടെ ഇതാക്കിയുള്ളൂ, എനിക്ക് അതിനെപ്പറ്റി അറിയണ്ട. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞ് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു 20 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈക്വൽ പാർട്ട്ണർ ആവാമെന്ന് പറയണം. അപ്പോൾ എനിക്കിവിടെ ഈ 1 കോടി ഇരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് 20 ലക്ഷം രൂപ മാറ്റി വെച്ചെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞാൻ ആ 20 ലക്ഷം കൊടുത്ത് ആ 20 ലക്ഷം ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് ചിലപ്പം 5 ടൈംസ് ആക്കി തരും. നല്ല ബിസിനസ് ആണെങ്കിൽ അത് കണ്ണി കണ്ട ബിസിനസ് ചെയ്യരുത്. നമുക്ക് ആ പ്രൊമോട്ടറെയൊക്കെ മനസ്സിലായി ആ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് 1 കോടി വേണം. എൻ്റെ അടുത്ത് 10 ലക്ഷം ഉള്ളെങ്കിൽ എനിക്കിതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുമോ? ക്യാപിറ്റൽ കൂടുന്തോറും നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്തൊരു നല്ലൊരു, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് 1 കോടി ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും ബുദ്ധിമുട്ടില്ല. അതെയോ? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ ഇതും കേട്ടിട്ട് സ്കാം ആയിട്ടൊന്നും എടുക്കല്ലേ. അല്ല അതല്ല, ഇപ്പൊ നിഖിൽ സാർ വരുന്നത് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരാണ് നമ്മുടെ ഈ ക്യാമറ ക്രൂ മെമ്പേഴ്സ് ഒക്കെ. കാര്യം അവരും കുറച്ച് ഇതിൽ നിന്നുള്ള ടിപ്സ് എല്ലാം കേട്ടിട്ട് അവരുടെ പേഴ്സണൽ ബഡ്ജറ്റിംഗ് ഒക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. ക്യാമറക്കാരോട് എല്ലാവരോടും പറയുന്നത്, എന്നെ ക്യാമറക്കാരൊക്കെ എന്നെ നിങ്ങളുടെ അസോസിയേഷൻകാരൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, പണ്ടേ തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടൊരു ക്ലയൻ്റാണ്.
അപ്പോൾ പുള്ളി നമ്മൾ പറഞ്ഞ എല്ലാവരും ഡൈ ഹാർഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ മനുഷ്യനാണ്. അങ്ങേരുടെ അടുത്ത് മിനിമം നെറ്റ് വർത്ത് ഈ പറഞ്ഞ പൈസയൊക്കെ ഉണ്ടാവും ഇപ്പം ചെയ്തിട്ട് എല്ലാവരും ഈ പറഞ്ഞ സൈബിൽ കൂടെ ചെയ്തിട്ട് മാത്രം പുള്ളി എത്തിയേക്കണത്. പുള്ളിക്ക് പാസീവിംഗ് ആയിട്ട് 10-25,000 രൂപ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം. ഇതെല്ലാവരും ഈ ഒറ്റയടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യനല്ല കേട്ടോ, കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ആളാണ്. എന്നാലും പ്രോബബ്ലി ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ആയിരിക്കില്ല എത്ര ഇയേഴ്സ് അല്ലെങ്കിൽ എത്ര ടേം കൊണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിൾ. നിങ്ങൾക്ക് മാസം എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റും? 15,000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റും. ഈ സാധനം എല്ലാ മാസവും എല്ലാ വർഷവും നിങ്ങൾക്ക് അതിലൊരു 10% റേസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 1 കോടി കൊണ്ട് 15 കൊല്ലത്തിനുണ്ടാവും. അത്രേ ഉള്ളൂ ചെയ്യണമെങ്കിൽ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇതെല്ലാം 8ാം ക്ലാസ്സിൽ മാത്സ് ആണ്ടാ പറയണത്, ഇതിന് വലിയ ദൂരമൊന്നും വേണ്ട ഈ പറഞ്ഞ സാധനത്തിന്. നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അതിലേക്ക് 1% 1 രൂപ ഞാൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 100 രൂപ ഡബിൾ ആവാനായിട്ട് 100 ദിവസം എടുക്കും അല്ലേ? സിമ്പിൾ മാക്സ് 1 രൂപ വെച്ചിട്ട്. അതിന് പകരം ഞാൻ 1 രൂപ എന്നുള്ളതിന് പകരം 1% ആക്കണം. അപ്പോൾ 1% ആക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം 100ൻ്റെ 1%, പിന്നത്തെ ദിവസം 101ൻ്റെ 1% ആണ്. പിന്നെ അതിൻ്റെ 1% ആഡ് ചെയ്യുക, ആ പെർസെൻറ്റേജിന് ഇതിനാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഡബിൾ ആവാനായിട്ട്? 70 ദിവസം എടുക്കുള്ളൂ. 30 ദിവസം ലാഭിക്കുക. ശരി, 30 ദിവസം ലാഭിക്കുക. നിങ്ങൾ എന്ത് പണിയെടുക്കണമെങ്കിൽ, ബിസിനസ്സുകാരനാണോ ജോലിക്കാരനാണോ, എടുക്കണ പണിയിൽ വൃത്തിയായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ലാഭം അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കിട്ടാനുള്ള കേപ്പബിലിറ്റി കൂട്ടുക, ചിലവ് കൂട്ടല്ലേ. അതും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറയ്ക്കല്ലേ. കാരണം ലൈഫ് സ്റ്റൈൽ കുറച്ചാൽ നിങ്ങൾക്ക് ബോറടിയാവും, പിന്നെ നിങ്ങൾക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള എനർജി കൂടും, നിങ്ങളുടെ ഇൻകം കൂടും, സേവിങ്സ് കൂടും. നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിനൊന്നും ഷോർട്ട് കട്ടൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ മോനായിട്ട് സൈക്കിളിന് പോയ ടൈമിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറേ കയറി പറയും കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നത് ഇത് പറയാവുന്ന ഒരു സാധനമാണ്. കാരണം വെച്ചാൽ ഒരു പയ്യൻ ഏതാണ്ട് 20-22 വയസ്സുള്ള പയ്യൻ ലോട്ടറി എടുക്കണം. അപ്പോൾ ഞാനും മോനും കൂടി സൈക്കിളിന് പോകുന്ന ടൈമിൽ ഞങ്ങളിങ്ങനെ അന്ന് പതുക്കെ നിർത്തിയിട്ട് ഇവനോട് സംസാരിച്ച് ലോട്ടറി എടുത്തില്ല. ഞാൻ ചിരിച്ച് സംസാരിച്ചു. അപ്പോൾ ലോട്ടറി ഞാൻ എടുക്കാറുണ്ട്, സ്ഥിരം എടുക്കാറെന്ന് പറയും. അപ്പോൾ ഞാൻ ചിന്തിനി ലോട്ടറി എടുക്കുന്നത്, ഞാനൊരു എനിക്കറിയണ ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്ററാണ്. അപ്പോൾ പുള്ളിക്ക് പറഞ്ഞു, ഒന്നും ശമ്പളമില്ല അണ്ണ, തമിഴാണ്, ശമ്പളമൊന്നും ഇല്ല അണ്ണ, അപ്പോൾ എനിക്ക് ഈ ലോട്ടറി അടിച്ചിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ എനിക്ക് കേട്ടിട്ട് പോകുന്നതിന് ചിലപ്പോൾ ഒരു 22-23 വയസ്സുള്ളൂ. അപ്പോൾ ഏകദേശം പുള്ളി 1 വർഷമായിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാന്ന് തോന്നുന്നു. 30 രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും തീർക്കണ്ടാവും. 40 രൂപ, സോറി, ഈ 40 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 40 രൂപ, 40 × 30 എത്രയാണ് നോക്കിയേ, ഏകദേശം 1,200 രൂപയില്ലേ. ഈ 1,200 രൂപയ്ക്ക് SIP ചെയ്താൽ പോരെ? 10 ലക്ഷം വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇയാൾക്ക് 10 ലക്ഷം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്കുള്ള ധൈര്യം ആലോചിച്ച് നോക്കി. കറക്റ്റ്.